രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞു ഹൈക്കോടതി. 15-ാം തീയതി വരെ അറസ്റ്റ് പാടില്ല എന്ന നിർദ്ദേശം. രണ്ടാം കേസിൽ അറസ്റ്റ് തടയാതെ സെഷൻസ് കോടതി. അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞത് സ്വാഭാവിക നടപടിയെന്ന് മുഖ്യമന്ത്രി. രാഹുലിനെ കണ്ടുപിടിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയെന്ന് കോൺഗ്രസ്. രാഹുൽ അടഞ്ഞ അധ്യായമെന്ന് കെ മുരളീധരൻ. പോലീസിന്റെ വീഴ്ചയെന്ന് ബിജെപി. കൊല്ലത്ത് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് താഴ്ന്നതിൽ കരാർ കമ്പനിയെ വിലക്കി കേന്ദ്രം. വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിക്കും. പരിശോധനകൾക്ക് ശേഷം കൂടുതൽ നടപടികൾ. ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കെന്ന് മുഖ്യമന്ത്രി. കടുവ സെൻസസിന് പോയ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ കാട്ടാന ആക്രമണത്തിൽ മരിച്ചു. സംഭവം പാലക്കാട് അട്ടപ്പാടി പുത്തൂരിൽ. മരിച്ചത് അസിസ്റ്റന്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കാളിമുത്തു. ശബരിമലയിൽ കാനനപാതയിൽ അയ്യപ്പന്മാർക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. പുടിന് രാഷ്ട്രപതി നൽകിയ വിരുന്നിൽ ശശി തരൂർ പങ്കെടുത്തതിൽ വിവാദം. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് അതൃപ്തി. കേന്ദ്ര സർക്കാരിന്റെ കളി കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയണമെന്ന് പവൻ ഖേര. പുടിന്റെ സന്ദർശനം വൻ വിജയമെന്ന് ബിജെപി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ സംസ്ഥാനം. ആദ്യഘട്ടത്തിന്റെ പ്രചാരണത്തിന് നാളെ കൊട്ടിക്കലാശം. ചൊവ്വാഴ്ച വിധി എഴുതുന്നത് 7 ജില്ലകൾ. അവസാനവട്ട വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. വിശാഖപട്ടണം ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 271 റൺസ് വിജയലക്ഷ്യം. ക്വിന്റൻ ഡി കോക്കിന് സെഞ്ചുറി. ജയിക്കുന്ന ടീമിന് പരമ്പര. അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. രാഹുൽ ഈശ്വറെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. അതിജീവിതകൾക്കെതിരെ ഇനി പോസ്റ്റ് ഇടില്ല എന്ന് രാഹുൽ ഈശ്വർ കോടതിയിൽ സമ്മതിച്ചിരുന്നു. ഇട്ടതെല്ലാം പിൻവലിച്ചു. ക്ലൗഡിൽ നിന്ന് പിൻവലിക്കാമെന്നും കോടതിയിൽ രാഹുൽ ഈശ്വർ അറിയിച്ചു. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ, ജയിലിലേക്ക് പോകുമ്പോഴും താനീ നടത്തുന്നതെല്ലാം മെൻസ് കമ്മീഷന് വേണ്ടിയുള്ള സമരമാണ്, തന്റെ ഈ നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്ന് പറഞ്ഞ രാഹുൽ കോടതിയിൽ ഗത്യന്തരമില്ലാതെ ഇതെല്ലാം പിൻവലിച്ചിരിക്കുന്നു എന്ന് സമ്മതിച്ചു എന്ന വാർത്ത കൂടിയാണോ വരുന്നത്? കോടതി എന്തുകൊണ്ടാണ് ജാമ്യ ഹർജി പരിപൂർണമായി തള്ളിക്കളഞ്ഞത്? സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനം രാഹുൽ ഈശ്വറിന്റെ വീഡിയോ കണ്ടന്റുകളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് രാഹുൽ ഈശ്വറിനെതിരെ ഇത്തരം വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ കേസെടുത്തിട്ട് സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് രാഹുൽ ഈശ്വർ റിമാൻഡിലാകുകയും പിന്നീട് പോലീസ് മറ്റ് നീക്കങ്ങളിലേക്ക്, അതായത് കസ്റ്റഡിയിൽ വാങ്ങുന്ന നടപടിയിലേക്ക് കടക്കുകയും ചെയ്ത് 1 ദിവസമാണ് കഴിഞ്ഞ ആഴ്ചയിൽ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. അതിന് പിന്നാലെയാണ് ACJM കോടതിയിലെ വിധി ചോദ്യം ചെയ്തുകൊണ്ട് സെഷൻസ് കോടതിയെ സമീപിക്കുന്ന നീക്കം രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന തരത്തിൽ താൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന യൂട്യൂബ് വീഡിയോകൾ അടക്കം നീക്കം ചെയ്യാമെന്ന് രാഹുൽ ഈശ്വർ ഉറപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം താൻ FIRലെ വിശദാംശങ്ങൾ പങ്കുവെക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകന്റെ വാദം. പക്ഷേ അതൊന്നും കോടതി മുഖവിലക്കെടുത്തില്ല. മാത്രമല്ല, ഇതിന് പിന്നിൽ ഒരു കോൺസ്പിറസി ഉണ്ട് എന്ന് ഇപ്പോഴും അന്വേഷണ സംഘം വിശ്വസിച്ച പോലെ കോടതിക്ക് അത് സംബന്ധിച്ച ഒരു ബോധ്യമുണ്ടായിരിക്കുന്നുവെന്ന് വേണം കരുതാൻ. കാരണം ഒരേ സംഘടിത സ്വഭാവത്തിലാണ് ഇരയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങൾ നടന്നത്. അവിടെ ഈ ചിത്രങ്ങൾ പങ്കുവച്ചതിന് പുറമെ കുറിപ്പുകളായി കൂടി, അതായത് വലിയ തരത്തിൽ ചാറ്റുകളായി കൂടി ഇത്തരം വിവരങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് പങ്കുവെക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത് കൃത്യമായ ഒരു ഗൂഢാലോചനയെ തുടർന്നെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതിലേക്ക് സൂചന നൽകുന്ന കാര്യങ്ങൾ FIRൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെ വിശദമായി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത്. അതിന്റെ ഭാഗമായി നിലവിൽ ഈ റിമാൻഡിലായ അന്ന് മുതൽ വെള്ളവും ഭക്ഷണവും ഒന്നും കഴിക്കാതെ നിരാഹാര സമരത്തിലാണ് രാഹുൽ ഈശ്വർ. അത് അങ്ങനെ തുടരുന്നതിനിടയിലാണ് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇപ്പോഴും അവിടെ ചികിത്സയിൽ തുടരുകയാണ് രാഹുൽ ഈശ്വർ. എന്നാലും ഇന്ന് ജാമ്യം കിട്ടുമെന്ന വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്കൊത്ത
തിരിച്ചടിയായി മാറുകയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഈ വിധി. അങ്ങനെയെങ്കിൽ ആ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ 3 ദിവസത്തേക്ക് രാഹുലിനെ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. അങ്ങനെ രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ രാഹുൽ ഈശ്വറിനെ വിധേയമാക്കേണ്ടതുണ്ടെന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘം. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത്. ഏതായാലും അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് കോടതി നിർദ്ദേശം. രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷ 15-ാം തീയതി വീണ്ടും പരിഗണിക്കും. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാകും കേസിലെ തുടർ നടപടി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി അനുവദിച്ചത് 15-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ്. 15-ാം തീയതി കേസ് പരിഗണിക്കുന്നത് വരെയാണ് ഈ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. ഇതിൽ കോടതി മറ്റു വാദങ്ങളിലേക്കൊന്നും കടന്നില്ല. കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു, ഈ ഹർജി ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. തുടർന്നാണ് കോടതി ഇത് 15-ന് പരിഗണിക്കും, 15 വരെയും ഇത് അറസ്റ്റ് ചെയ്യരുത് എന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും തന്നെയും പൊതുവിൽ പ്രതീക്ഷിച്ചിരുന്നത് ഇന്ന് അഡീഷണൽ കോടതി തള്ളിയ ഒരു ജാമ്യ ഹർജിയുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഒരുപക്ഷെ കോടതി ഇന്ന് പരിഗണിച്ചേക്കുമെന്നോ അതിൽ ഒരു തീരുമാനങ്ങൾ ഉണ്ടായേക്കും എന്നുള്ളൊരു പ്രതീതി പൊതുവിൽ നിലനിന്നിരുന്നുവെങ്കിലും ഹൈക്കോടതി ഈ കേസിൻ്റെ മറ്റു വാദങ്ങളിലേക്കൊന്നും കടക്കാതെ തന്നെയാണ് 15 വരെ അടുത്ത 15-ന് പരിഗണിക്കും വരെയും അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഏതായാലും അതിൽ തനിക്ക് ചില വാദങ്ങൾ സമർപ്പിക്കാനുണ്ട്. പ്രതിയായാണെങ്കിലും തനിക്ക് ചില കാര്യങ്ങൾ ഈ കാര്യത്തിൽ ബോധിപ്പിക്കാനുണ്ട്, ചില തെളിവുകൾ ഹാജരാക്കാനുണ്ട്. താനിതിൽ ഇരയാക്കപ്പെടുകയാണ്, തനിക്ക് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട്, അത് പറയാൻ കോടതി അനുവാദം തരണമെന്നൊരു കാര്യമാണ് കോടതി മുൻപാകെ രാഹുൽ മാങ്കൂട്ടത്തെ ഉണർത്തിച്ചത്. ഏതായാലും അത്തരം കാര്യങ്ങൾ കോടതി അത് കേൾക്കാം എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷനും തങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വാദങ്ങൾ അവതരിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് കോടതി ഏകപക്ഷീയമായ ഒരു തീരുമാനവും എടുക്കില്ല, രണ്ടുപേരുടെയും വാദമുഖങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും പോകുന്നത്. കോടതി രണ്ടുപേരെയും കേൾക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് കോടതിയോട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കേസ് 15-ന് പരിഗണിക്കുമ്പോൾ അന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതി കേൾക്കുമെന്നാണ് കോടതി ഉറപ്പ് നൽകിയത്. ഏതായാലും ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം 15 വരെയും അറസ്റ്റ് ചെയ്യില്ല എന്നൊരു അനുകൂല നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിനെല്ലാം തന്നെ ഗുണം ചെയ്യുന്നതാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുന്ന ഒരു രീതിയിലേക്കാണ് ഈ കാര്യത്തിൽ കോടതി തീരുമാനം പറയുക എന്നതെല്ലാം തന്നെ മാറ്റിയിരിക്കുന്നത്. അത് വലിയ രീതിയിൽ രാഷ്ട്രീയ ശ്രദ്ധയാകർഷിച്ചൊരു കേസായതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കോടതി നടപടിയും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. കാരണം പോലീസിനെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു സാവകാശമുണ്ടായിട്ടും അതുണ്ടായില്ല എന്നതടക്കമുള്ളൊരു വിമർശനം സർക്കാരിനെതിരെ തന്നെ ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക, ഹൈക്കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഡിസംബർ 15-നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഈ കേസ് കേൾക്കുന്നത്. ജസ്റ്റിസ് കെ ബാബു ആണ് കേസ് കേൾക്കുന്നത്. ഇന്ന് അദ്ദേഹമാണ് ഈ കേസ് 15-ലേക്ക് നീക്കിവെക്കുകയും അതുവരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2ാമത്തെ ബലാത്സംഗ പരാതിയിലും അറസ്റ്റ് തടയാതെ തിരുവനന്തപുരം സെഷൻസ് കോടതി. മുൻകൂർ ജാമ്യ ഹർജിയിൽ തിങ്കളാഴ്ച വിശദമായ വാദം കേൾക്കും. മുഖമില്ലാത്ത പരാതിയാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ രജിസ്റ്റർ ചെയ്ത 2ാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ സമർപ്പിച്ച ഹർജിയിലാണ് വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. അതുവരെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെയെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ 15-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞതിൻ്റെ ആശ്വാസത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അപ്രതീക്ഷിത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിധി പറയാതെ അറസ്റ്റ് തടയാതെ കൂടിയിരിക്കുന്ന ഒരു നീക്കം. അങ്ങനെയെങ്കിൽ ആഭ്യന്തര വകുപ്പിനും പോലീസിനും നേരെ വലിയ വിമർശനം ഉയർന്ന ഒരു സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി 10 ദിവസമായി ഒളിവിൽ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കേസിൽ
അറസ്റ്റ് തടയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുന്നതെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് തിടുക്കത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അതോടൊപ്പം ഈ ഇരയായ യുവതി 23 വയസ്സുകാരിയുടെ മൊഴിയെടുക്കാനുള്ള സമയം ചോദിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഫോണിൽ യുവതിയുമായി അന്വേഷണ സംഘത്തിലെ 2 ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഫോണിലൂടെ ഉദ്യോഗസ്ഥരോട് യുവതി പങ്കുവച്ചതായാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ യുവതിയുടെ സാവകാശം കൂടി തേടിയതിനു ശേഷം അവർക്ക് കൂടി അനുയോജ്യമായൊരു സമയത്താകും ഈ കേസുമായി ബന്ധപ്പെട്ട ഇവരുടെ മൊഴി രേഖപ്പെടുത്തുക. അത് ഔദ്യോഗികമായി നിയമപരമായി നിലനിൽക്കുന്ന തരത്തിൽ ഒരു രഹസ്യമൊഴിയായി നൽകാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഈ കേസിന് ബലം പകരുന്ന തരത്തിൽ അഥവാ പ്രോസിക്യൂഷന് കോടതിയിൽ വ്യക്തമാക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റായി യുവതിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അത് വീണ്ടും ഒരു കുരുക്കായി മാറുന്ന നിലവരും. എന്തായാലും തിടുക്കത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്തെ AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം ഈ രണ്ടാമത്തെ കേസിൽ ഇരയായ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞത് സ്വാഭാവിക നടപടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി നടപടിയുടെ ഭാഗമാണ്. രാഹുലിന് ഒളിത്താവളമൊരുക്കിയത് കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താനായില്ല എന്നുള്ളത് ശരിയാണ്. പോലീസ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്ന് പറയുന്നത് ശരിയായ കാര്യമാണ്. ഇവർക്ക് അറിയാമല്ലോ എവിടെയാണെന്നുള്ളത്. ഇപ്പറയുന്നയാള് ഇവിടുന്ന് ഒളിവിൽ പോകുന്നതിന് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരാണ്. ആ സഹപ്രവർത്തകരെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളുമാണ്. ആ നേതാക്കൾ ഇവിടെയുള്ളവർ മാത്രമല്ല, എല്ലാ തലങ്ങളിലുള്ളവരുണ്ട്. അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തിന് പുറത്തടക്കം നല്ല രീതിയിൽ സംരക്ഷണ വലയം തീർത്തിരിക്കുന്നതെന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയായത്. അപ്പോ അവർക്കാണ് എവിടെയാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാവുക. ആ അറിയുന്നവര് ഇങ്ങനെ പറയുന്നത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അത് പോലീസിനെ അറിയിക്കുക. ഈ അറസ്റ്റ് ഇതുവരെ നടത്തരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാകാം. അത് സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യം മാത്രമാണ്. കോടതിയുടെ നടപടിയുടെ ഭാഗമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇനി മറുപടി പറയേണ്ട കാര്യമേ ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഒരു പരാതി പോലും കിട്ടാതെ സസ്പെൻഡ് ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും വി ഡി സതീശൻ പറഞ്ഞു. ഒരു പരാതി പോലും ഞങ്ങളുടെ കയ്യിൽ കിട്ടാതെ ഞങ്ങൾ ആളെ സസ്പെൻഡ് ചെയ്യും. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് എല്ലാം മാറ്റുന്നത്. ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി വന്നില്ലേ? ഇപ്പോൾ ഒരു പരാതി വന്നു. KPCC പ്രസിഡന്റ് AKG സെന്ററിൽ പൊതിഞ്ഞു വെച്ചേക്കുന്ന പരാതി പോലെ പൊതിഞ്ഞു വെക്കാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ പോലീസിലേക്ക് ട്രാൻസ്ഫർ. ഞങ്ങൾ എല്ലാ നേതാക്കന്മാരും ഞങ്ങൾ 25 പേര് ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കണം. കേരളത്തിൽ ഞങ്ങൾ പല ജില്ലകളിലാണ്. എന്നിട്ട് പോലും ഞങ്ങൾ ഫോണിലും അല്ലാതെയും ഒക്കെ ബന്ധപ്പെട്ട് 24 മണിക്കൂറിനകം ഞങ്ങളുടെ കയ്യിലൊരു പരാതി കിട്ടുമ്പോൾ ആളെ പുറത്താക്കി. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്ത് ഇങ്ങനെ ചെയ്യുന്നു? അപ്പോൾ ആ ചോദ്യം തന്നെ ഞങ്ങൾ ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ അഭിമാനത്തോടു കൂടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ മുമ്പിൽ പരാതി ഇപ്പോഴാണ് വന്നത്. ഈ 24 hours തീരുമാനമെടുത്ത് ഇത്രയും പല സ്ഥലത്തായി ഞങ്ങളുടെ നേതൃത്വം ചിതറിക്കിടന്നിട്ട് പോലും അത് കറക്റ്റാണ്. രാഹുൽ എവിടെയെന്ന് കോൺഗ്രസിന് അറിയാമെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ മറുപടിയുമായി കെ മുരളീധരൻ. എന്തിനാണ് മുഖ്യമന്ത്രിയായിരിക്കുന്നതെന്നും ആ കസേര കൂടി ഏൽപ്പിച്ചുകൂടെ എന്നായിരുന്നു പരിഹാസം. രാഹുലിനെ കണ്ടുപിടിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണെന്നും കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ അടഞ്ഞ അധ്യായമാണെന്നും മുരളീധരൻ പറഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് സതീശൻ പറയട്ടെ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാമെന്നാണ്. അതെയോ? എന്നാ പിന്നെ എന്തിനാ ഇയാൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്? അത് മുഖ്യമന്ത്രി സ്ഥാനം കൂടെ അങ്ങോട്ട് ഏൽപ്പിച്ചുകൂടെ? അതും കൂടെ ഏൽപ്പിച്ചോട്ടെ, എന്നാ കണ്ടുപിടിക്കാം. അറസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട് ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ല, അത് നിയമത്തിന്റെ വഴിക്ക് കിടക്കട്ടെ. ഞാൻ പറയുന്നത്, അങ്ങനെ ഒരാൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് സംശയം ഉണ്ടെങ്കിൽ സംസ്ഥാന DGP, കർണാടക DGPക്ക് ഒരു കത്തയക്കണം. ഇങ്ങനെ ഒരാൾ ഒളിയിൽ പോയിട്ടുണ്ട്, അവിടെ ഉണ്ടെങ്കിൽ ഈ കേരള പോലീസിന് കൈമാറണം. ഇന്ന കുറ്റങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? സ്വയം മലന്ന് കടന്ന് തുപ്പിയിട്ട് മുഖത്ത് മുഴുവൻ തുപ്പലായ
അങ്ങേയറ്റം നാണമില്ലാതെ നടുറോട്ടിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് മാറി. ഈ രാഹുൽ എത്ര നാളിങ്ങനെ ഒളിയിൽ കഴിയുമെന്ന് അങ്ങനെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഞങ്ങൾക്ക് ഇനി ആ ബാധ്യതയില്ല. ആ ചാപ്റ്റർ ഈസ് ക്ലോസ്. രാഹുലിനെ ഒളിപ്പിക്കുന്നത് കോൺഗ്രസ് എന്ന് മന്ത്രി വി ശിവൻകുട്ടി. രാഹുൽ കാര്യങ്ങൾ വ്യക്തമാക്കിയാൽ പലരും ഒളിവിൽ പോകേണ്ടി വരും. ACC ആസ്ഥാനത്തും KPCC ആസ്ഥാനത്തും മറ്റ് സംസ്ഥാനങ്ങളിലെ ഓഫീസുകളിലും LDF റെയ്ഡ് നടത്തില്ല എന്ന് വി ശിവൻകുട്ടി. പോലീസിന്റെ വീഴ്ചയൊന്നുമില്ല. കോടതിയിലെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിരുന്നു. അതിനെ സംബന്ധിച്ച് വിധി വന്നിച്ച് 2 ദിവസമായി. അപ്പോൾ പോലീസ് വളരെ ജാഗ്രതയുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഞങ്ങളുടെ ഒരു മാന്യതയും LDFന്റെ സംസ്കാരം അനുസരിച്ച് മറ്റൊരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ മുൻകൈയെടുത്ത് നടത്തിയിരിക്കുന്ന ഈ ഒളിവ് ജീവിതമുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇടപെടുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ലായിരിക്കും. പക്ഷേ അവര് നിരീക്ഷണത്തിലാണ്. എന്ന് മാത്രമല്ല, ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഓഫീസുകൾ റെയ്ഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശമില്ല, അവിടെ പരിശോധിക്കാൻ വേണ്ടി ഉദ്ദേശത്തിലേക്ക്. അതെല്ലാം ഇനിയിപ്പോൾ പരിശോധിക്കേണ്ട വിശേഷം വരണമെങ്കിൽ അത് അപ്പോൾ ഗവൺമെന്റ് ആലോചിച്ച് ചെയ്യും. 2 ദിവസം താമസിച്ച് വിചാരിച്ചിട്ട് ഇത്ര ദിവസത്തിനകം അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയില്ലല്ലോ. അറസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. രാഹുൽ എവിടെയെന്ന് മുഖ്യമന്ത്രിക്കും പോലീസിനും കൃത്യമായി അറിയാമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. വിഷയത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അടൂർ പ്രകാശ് വിമർശിച്ചു. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും നന്നായിട്ട് ഒരു പ്രതി എവിടെ ഉണ്ട് എന്നതിനെ കുറിച്ച് അറിയാൻ കഴിയുന്ന അദ്ദേഹത്തിന് തന്നെയാണ്. അദ്ദേഹം ഇപ്പോ എന്തിനു വേണ്ടിയാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നത് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയും ആ സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും ഇതുപോലെ പല കാര്യങ്ങളും നീട്ടിക്കൊണ്ട് പോകുന്നത്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കാലതാമസം വരുത്തിയതാണ് നിലവിലെ തിരിച്ചടിക്ക് കാരണമെന്ന് കെ സുരേന്ദ്രൻ. കയ്യെത്തും ദൂരത്ത് രാഹുൽ ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്തില്ല. കോടതി നടപടിയിൽ നീതീകരണം കാണുന്നില്ല. കേസിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ പോലും പരിഗണിക്കാതെയാണ് അറസ്റ്റ് തടഞ്ഞതെന്നും സുരേന്ദ്രൻ വിമർശിച്ചു. ഞാൻ കോടതി വിധിയെ വിമർശിക്കുന്നില്ല, പക്ഷേ ഒറ്റനോട്ടത്തിൽ 15-ാം തീയതി വരെ സമയം കൊടുത്തതിൽ ഒരു നീതീകരണവും കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റിന് താല്പര്യമില്ല എന്നുള്ളത് ഉറപ്പായിരുന്നല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ തീരുമാനത്തിനുള്ള തിരിച്ചടിയാണ്. ഞങ്ങൾ ആദ്യമേ ഇത് ചൂണ്ടിക്കാണിച്ചതാണ്. കയ്യെത്തും ദൂരത്ത് മാങ്കൂട്ടം ഉണ്ടായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. ഈ ചർച്ച തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ അവർ ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച റിനി ആനിന്റെ കുടുംബത്തിന് വധഭീഷണി. രാഹുലിനെതിരെ സംസാരിച്ചാൽ കൊന്നുകളയുമെന്നാണ് ഹെൽമറ്റ് ധരിച്ചെത്തിയ ആൾ ഭീഷണി മുഴക്കിയത്. റിനിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. ഒരു ഭീഷണിക്കും വഴങ്ങില്ലെന്നും ഭീഷണി കണ്ട് പിന്മാറില്ലെന്നും റിനിയും പിതാവ് ജോർജ് ജോസഫും പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി തൻ്റെ വീടിന് മുന്നിൽ വന്ന് തൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഒരാൾ വധഭീഷണി മുഴക്കുന്നു എന്നതാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. റിനിയുടെ കുടുംബം പറഞ്ഞിരിക്കുന്നത്. റിനിയുടെ പിതാവ് ജോർജ് ജോസഫാണ് പരാതി നൽകിയിരിക്കുന്നത്. പറവൂർ പോലീസിൽ പരാതി നൽകിയത്. പരാതിയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഈ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ ആദ്യം 10 മണിയോടുകൂടി സ്കൂട്ടറിലെത്തിയ ഒരാൾ തട്ടുന്നു. പിന്നീട് അയാൾ അത് കടന്നു പോകുന്നു. കുറച്ച് സമയത്തിന് ശേഷമാണ് മറ്റൊരാൾ ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് ഇവിടേക്ക് ബൈക്കിലെത്തുകയും തുടർന്ന് ഇവിടെ നിന്ന് അസഭ്യവർഷം നടത്തുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നീങ്ങിയാൽ നിന്നെ ഇല്ലാതാക്കുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു. തുടർന്ന് വീടിനകത്തു നിന്ന് ആളുകൾ ഓടി വരുമ്പോഴേക്കും ഇവിടെ നിന്ന് അയാൾ കടന്നു പോവുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഭീഷണി കൊണ്ട് തങ്ങൾ പിന്മാറില്ല എന്ന നിലപാടിൽ തന്നെയാണ് റിനിയും കുടുംബവും ഉള്ളത്. അവരത് വ്യക്തമാക്കുന്നു. തങ്ങൾ പരാതി നൽകിയത് പേര് പോലും പറയാതെ ഒരു യുവനേതാവിനെതിരെ പരാതി നൽകിയപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി സൈബർ ആക്രമണം തങ്ങൾക്കെതിരെ ഉണ്ടാകുന്നു. അതിനുശേഷം ഇപ്പോൾ നേരിട്ടുള്ള ഭീഷണിയായിരുന്നു. പക്ഷേ ഇതിൽ തങ്ങൾ ഈ പരാതിയിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് റിനിയും പിതാവും വ്യക്തമാക്കുന്നത്.
ഇനിയും സ്ത്രീകൾക്കുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കും. അതിന്റെ പേരിൽ ഇപ്പൊ ഞാൻ കാരണമൊന്നും അല്ലല്ലോ ഈ പരാതി ഒന്നും വന്നിരിക്കുന്നത്. അതൊക്കെ അയാളുടെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും. അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി ഒന്നും അങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു വ്യാമോഹം വേണ്ട. അങ്ങനെയൊന്നും ഭയക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഉള്ളതാണ്. ഇനിയുള്ള കാര്യങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആളുകളിൽ നിന്ന് അത് തടഞ്ഞു നിർത്താം എന്നുള്ളൊരു കാര്യമാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. എന്തായാലും അത്തരം ഒരു ഭീഷണിക്ക് മുമ്പിലും വഴങ്ങുന്നവരല്ല ഞങ്ങൾ. ഞാനൊന്നും ആ രീതിയിൽ വളർന്നു വന്ന ഒരാളല്ല. അത്രയും തീവ്രമായ അനുഭവങ്ങളുടെയും അതിലൂടെ വന്ന ഒരാളാണ്. ഇത്തരക്കാർക്കൊന്നും നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. പിന്നെ തലയെടുത്തോ, ഒരു പ്രശ്നവും അതിലില്ല. ഏതായാലും പറവൂർ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സമീപത്തെ കടകളിലെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. പോലീസ് ആ സമയത്ത് ഇതുവഴി കടന്നുപോയ വാഹനങ്ങൾ ഏതാണ്, തൊട്ടടുത്ത കവലകളിലെ CCTV ദൃശ്യങ്ങൾ തുടങ്ങിയവ വിശദമായിട്ട് തന്നെ പോലീസ് പരിശോധിക്കുന്നു. വലിയ രീതിയിൽ വാഹനങ്ങളൊന്നും കടന്നു പോകാത്ത ഒരു മേഖലയാണ്. ആ സമയം വരുമ്പോഴൊരു മുഖ്യ റോഡിനോട് ചേർന്നുള്ളൊരു ഇട റോഡാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസമില്ലാതെ ഇയാളിലേക്ക് എത്താൻ, ഈ ഭീഷണി മുഴക്കിയ ആളിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സൈബർ ആക്രമണത്തിന് ശേഷം നേരിട്ടുള്ള രീതിയിലേക്ക് തന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് റിനി പറയുന്നു. താൻ ഒരു പേര് പോലും പറയാതെ നൽകിയ പരാതി, അതിന് പ്രധാനമായും പരാതി പുറത്തേക്ക് പറയുകയായിരുന്നു. അതിൽ പ്രധാനമായും മറ്റു പെൺകുട്ടികൾക്ക് സമാനമായ രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു ഭീഷണി ഉണ്ടാകുന്നെങ്കിൽ അവർക്ക് തുറന്നു പറയാനുള്ള ഒരു ആർജവമാകട്ടെ എന്ന് കരുതിയാണ് താനത് പറഞ്ഞത്. അതിന് ഫലമുണ്ടായി. തുറന്ന പറച്ചിലുകളുണ്ടായി. പരാതിയും അതോടൊപ്പം തന്നെ കേസും നടപടികളും എല്ലാം ഉണ്ടായത് തുടങ്ങി വെച്ചത് തൻ്റെ ഈ ഒരു ഏറ്റുപറച്ചിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തനിക്കെതിരെ ഈ രീതിയിലുള്ളൊരു അതിക്രമം ഇപ്പോഴും തന്നെ തുടരുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും പരാതിയിൽ ഉറച്ച് മുന്നോട്ട് പോകാനാണ് റിനിയുടെയും കുടുംബത്തിൻ്റെയും തീരുമാനം. കൊല്ലം കൊട്ടിയം മൈലക്കാട് ഇടിഞ്ഞു താഴ്ന്ന ദേശീയപാത 2 ദിവസത്തിനകം ഗതാഗത യോഗ്യമാക്കുമെന്ന് കരാർ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷൻസ്. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അപകട കാരണം കണ്ടെത്താൻ ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിക്കും. കരാർ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷനോട് NHAI റിപ്പോർട്ട് തേടി. നാളെ വൈകിട്ടോടെ വലതുഭാഗത്തെ റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഗതാഗതം നിയന്ത്രിക്കാൻ അധിക ട്രാഫിക് വാർഡന്മാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കും. കൊല്ലം കൊട്ടിയം മൈലക്കാട് ദേശീയപാത തകർന്നത് കേരളത്തിന്റെ തലയിലിടാമെന്ന് കരുതേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിർമ്മാണ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. ചിലയിടങ്ങളിൽ ദേശീയപാത അതോറിറ്റിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്നതാണ് അനുഭവമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ പൊതുനിലമാർണം ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിന്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെന്റിന്റെ പുള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യം എന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല. കാരണം പറയട്ടെ അതിനൊരു വഴിയുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ അനുഭവമായി വന്നിട്ടുള്ളത്. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കൊല്ലത്ത് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ കരാർ കമ്പനിക്ക് 1 മാസത്തേക്ക് വിലക്ക്. നിർമ്മാണ കമ്പനിയെ കരിമ്പട്ടികയിൽ പെടുത്താതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കരാർ കമ്പനിയുടെ പ്രോജക്ട് മാനേജരെയും റെസിഡന്റ് എഞ്ചിനീയറെയും മാറ്റി. വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകിയ ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും കേന്ദ്രം അറിയിച്ചു. കടുവ സെൻസസിന് പോയ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ കാട്ടാന ആക്രമണത്തിൽ മരിച്ചു. പാലക്കാട് അട്ടപ്പാടി പുത്തൂരിലാണ് സംഭവം. പുത്തൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കാളിമുത്തുവാണ് മരിച്ചത്. സെൻസസ് നടപടികൾക്കിടെ കാട്ടാന ആക്രമിക്കാനെത്തിയതോടെ കാളിമുത്തുവും കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പിന്നീട് കാളിമുത്തുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന് വിവരം അറിയിച്ചതിനെ തുടർന്ന് RRT സംഘം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കാളിമുത്തുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ശബരിമലയിൽ പരമ്പരാഗത കാനനപാതയിൽ അയ്യപ്പന്മാർക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. സത്രം പുൽമേട് ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം. 6 അംഗ സംഘത്തിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തതോടെ ഇവർ ഓടി. അയ്യപ്പ ഭക്തർ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ചേർത്തല നിന്നെത്തിയതായിരുന്നു 6 അംഗ സംഘം. കണ്ടു. മെല്ലെ വന്നത് ഓടണ്ട. തിരിച്ചു പോ.
നോക്കാം സ്വർണ്ണവിലയിലേക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,930 രൂപ, പവന് 95,440 രൂപ. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 9,870, പവന് 78,960 രൂപ. വെള്ളി ഗ്രാമിന് 192 രൂപ കിലോയ്ക്ക് 1,92,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. പൂർണ്ണമാകുന്നു ലൈവ് 6.